നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വെബ് സീരീസ് ഉണ്ട്. പേര് ഹിൽഡ ഹുറാക്കൻ. എന്നൊരു കാര്യം പറയട്ടെ, ഇതൊരു വെബ് സീരീസ് അല്ല. പലരുടെയും തെറ്റിദ്ധാരണയാണ് ഇതൊരു വെബ് സീരീസ് ആണെന്ന്. ഇത് 1998 ബ്രസീലിലെ ടെലിവിഷനിൽ ഇറങ്ങിയ 32 എപ്പിസോഡുള്ള ഒരു മിനി സീരീസ് ആണ്. നമുക്ക് അതിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഓക്കെ. വർഷം 1950. ബ്രസീലിലെ ബെലോ ഹൊറിസോണ്ടൽ എന്നൊരു നഗരം. ഈ നഗരത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വളരെ ശാന്തവും സുന്ദരവും നല്ല ആത്മീയതയുമുള്ള ഒരു നഗരമായിരുന്നു. ഈ നഗരത്തിലാണ് നമ്മളെ ഈ കഥയിലെ മെയിൻ കഥാപാത്രമുള്ളത്. പേര് ഹിൽഡ മുള്ളർ. ബെലോ ഹൊറിസോണ്ട നഗരത്തിലെ ഏറ്റവും ധനികരും മാന്യരുമായ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു ഹിൽഡ മുള്ളർ. അതീവ സുന്ദരിയായിരുന്നു. ആർക്കും ഹിൽഡ മുള്ളറെ കണ്ടാൽ ഒന്ന് കണ്ണെടുക്കാതെ നോക്കിപ്പോകും. അത്രയ്ക്ക് നല്ല സുന്ദരിയായിരുന്നു. പക്ഷേ ഈ ഹിൽഡ മുള്ളർക്ക് ഈ നഗരത്തെ അത്ര ഇഷ്ടമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മീയതയും സമാധാനവും സന്തോഷങ്ങളും നഗരമാണ്. പക്ഷെ അവൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവളത് ആരോട് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അവളുടെ മനസ്സിൽ ആ എതിർപ്പ് എപ്പോഴും ഇങ്ങനെ ശക്തമായി തന്നെ നിലനിന്നു. അവളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനായിരുന്നു കക്ഷി. അങ്ങനെ ബെലോ ഒറിസോണ്ട നഗരം കാത്തിരുന്ന ആ ആഘോഷം വന്നെത്തി. കല്യാണത്തിലേക്ക് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഹിൽഡ മുള്ളറുടെ അച്ഛനും അമ്മയും ആ കുടുംബാംഗങ്ങളൊക്കെ അതീവ സന്തോഷത്തിലാണ്. അങ്ങനെ പള്ളിയിലേക്ക് വിവാഹ വസ്ത്രത്തിൽ അതിസുന്ദരിയായി അങ്ങ് ആകാശത്ത് നിന്ന് മാലാഖ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഹിൽഡ മുള്ളറെ കണ്ടാൽ ആ വിവാഹ വേഷത്തിലെ അവൾ ഇങ്ങനെ നടന്നു പോയി. ഒപ്പം കുടുംബങ്ങളും നാട്ടുകാരും വീട്ടുകാരും വികാരികളും പള്ളിയിലച്ഛന്മാരും ആർഭാടമായിരുന്നു. അങ്ങനെ ആ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കാണ്. വരനെയൊക്കെ കാത്ത് ഉറ്റുനോക്കുമ്പോൾ പെട്ടെന്ന് ആ അന്തരീക്ഷം ആകെ മാറുന്നു. ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലാണ് ഹിൽഡ മുള്ളറുടെ ഭാവങ്ങളും സ്വഭാവത്തിലൊക്കെ മാറ്റം വരുന്നത്. അവൾ എന്ത് ചെയ്തെന്നോ, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറി അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. പറയാൻ കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അവളുടെ കുടുംബമൊക്കെ തല താഴ്ത്തി. അച്ഛനും അമ്മയൊക്കെ കരയുകയായിരുന്നു. നാട്ടുകാരും വീട്ടുകാരൊക്കെ പരസ്പരം പറയാൻ തുടങ്ങി, എന്തു സംഭവിക്കുന്നു? നമ്മുടെ ഹിൽഡ മുള്ളർ. എല്ലാവരും വളരെ ഇഷ്ടത്തോടെ മാത്രം നോക്കിയിരുന്ന ഹിൽഡ മുള്ളർ. അവളുടെ മാന്യതയുടെ വസ്ത്രം അവൾ വലിച്ചു കീറി അവൾ പുറത്തേക്ക് ഓടിപ്പോകുന്നു. അവൾ ഓടി ഓടി എത്തിപ്പെട്ടത് ആ നഗരം അത് അത്ര നല്ല നഗരമല്ലായിരുന്നു. അവളുടെ സ്വന്തം നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർത്തും വിപരീതമായിരുന്നു നഗരം. മാപ്പ ഡാസ് മിനാസ്. അതൊരു വേശ്യാലയമായിരുന്നു. ബെലോ ഒറിസോണ്ടയിലെ ഏറ്റവും ധനികന്റെ മകൾ, ഏറ്റവും മാന്യമായ സ്ത്രീ എത്തിപ്പെട്ടത് ഒരു വേശ്യാലയത്തിലേക്ക്. അവൾ അവിടേക്ക് വന്നതാണ്. എന്തിനായിരിക്കും അവൾ വന്നത് ഇത്രത്തോളം? ഇതായിരുന്നു ബെലോ ഒറിസോണ്ടയിലെ ആൾക്കാർ തമ്മിൽ പറഞ്ഞത്. അവർക്ക് ഒരു കൊടുങ്കാറ്റ് വീശി അടിച്ച പോലെയായിരുന്നു. വേശ്യാലയത്തിലെത്തിയ ഹിൽഡ മുള്ളർ ആദ്യം ചെയ്തത് എന്തെന്നോ, അവൾ സ്വയം പേര് മാറ്റി. അവളുടെ പേര് ഹിൻഡ ഹുറാക്കൻ എന്നാക്കി. ഹിൻഡ ഹുറാക്കന്റെ അർത്ഥം ഹിൻഡ ചുഴലിക്കാറ്റ് എന്നാണ്. ആ ചുഴലിക്കാറ്റ് വീശി അടിച്ച പോലെ തന്നെ അവൾ അവളുടെ പേരും മാറ്റിയത്. അത് തന്നെയാണ് നമ്മുടെ മിനി സീരീസിന്റെയും പേര്. ഫ്രേ മാൽത്തൂസ്. ബെലോ ഹൊറിസോണ്ട നഗരത്തിലെ യുവ സന്യാസി വിദ്യാർത്ഥി. സ്വന്തം ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിച്ചവൻ. ഈ നഗരത്തിലെ യുവജനതയുടെ പുണ്യപുരുഷൻ. അദ്ദേഹം അറിയുന്നുണ്ട് ഹിൽഡ ഇങ്ങനൊരു വഴിക്ക് പോയത്. എവിടേക്കാ പോയത്? തൻ്റെ പുണ്യഭൂമിയിൽ നിന്ന് ഒരു വേശ്യാലയത്തിലേക്ക്. അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അദ്ദേഹം അതിങ്ങനെ മനസ്സിലിങ്ങനെ ഇട്ടിങ്ങനെ ചിന്തിക്കുകയാണ്, കാൽക്കുലേഷൻ ചെയ്യാണ്. എന്താണ് സംഭവിച്ചത്? നമ്മുടെ നഗരത്തിൽ എന്താ കുഴപ്പം? ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? അങ്ങനെ അവൾ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. അങ്ങനെ ഇദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നൊരു ലക്ഷ്യത്തോടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. വേശ്യാലയത്തിലെ രാജ്ഞി ഹിൽഡ ഹുറാക്കൻ വെറും ഒരു ശരീരം വിൽക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയായിരുന്നില്ല. ഒരു രാജ്ഞിയെ പോലെ അവൾ ആ വേശ്യാലയത്തിൽ ഏറ്റവും ഉന്നതിയിൽ തന്നെ നിന്നു. പ്രമുഖർ, ധനികർ, പ്രഭുക്കൾ ഇവരെല്ലാം ഇവളുടെ മുറിയിലിന് പുറത്ത് വരി വരിയായി നിന്നു. ഇത്രയ്ക്കും ആവശ്യക്കാരുള്ള ഒരു വേശ്യ, അല്ല രാജ്ഞി. ഈ വേശ്യാലയത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു.
ഇതെല്ലാം നമ്മളെ മാൾത്തൂസ് അറിയുന്നുണ്ടായിരുന്നു. അയാള് ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഹിൽഡയെ കുറിച്ച്. ഹിൽഡ അതീവ സുന്ദരിയാണെന്നും ഹിൽഡയുടെ പ്രവൃത്തികളെല്ലാം അയാൾ അറിയുന്നു. അയാൾക്ക് തന്നെ തന്റെ ആത്മീയമായ സന്യാസത്തിൽ ഇതൊരു കോട്ടം തട്ടുന്നുണ്ടോ എന്നൊരു സംശയം തോന്നി. അയാൾ മനസ്സിൽ വിചാരിച്ചു, എന്റെ ഈ ആത്മീയതയ്ക്ക് കുരിശ് വെക്കാൻ വന്ന ഒരു പിശാചാണോ ഹിൽഡ എന്ന്. പക്ഷെ അയാൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ എന്നിരുന്നാലും ഹിൽഡ ഹിൽഡ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് അവളെ കുറിച്ച് ഓർത്തിട്ട് ഇയാളുടെ മനസ്സിന് ഇയാൾ പോലും അറിയാണ്ട് ഒരു കോട്ടം തട്ടിയിട്ടുണ്ട്. അവസാനം രണ്ടും കൽപ്പിച്ച് വേശ്യാലയത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. തന്റെ പുണ്യഭൂമിയിൽ നിന്ന് തീർത്തും വിപരീതമായ ആ വേശ്യാലയത്തിലേക്ക്, ആ മണ്ണിലേക്ക് കാല് കുത്താൻ പോവുകയാണ് മാൽത്തൂസ്. മാൽത്തൂസിന് ഒരേ ലക്ഷ്യം, ഹിൽഡയെ കാണുക, പഴയ പോലെ ഒരു മാന്യമായ സ്ത്രീയായി തിരിച്ചു കൊണ്ടുവരിക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് അടിക്കണം, പിന്നെ ഹൈപ്പ് ബട്ടൺ നിറക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വിപിൻ വിശ്വനാഥൻ, ഗുഡ് ബൈ.